ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന വിഷയം സ്വർണം ആകാം. പക്ഷേ സ്വർണത്തെ സ്നേഹിച്ചാൽ അത് നാശത്തിലേക്ക് നയിക്കാം. സ്വർണഭ്രമം അത് നാശം വിതയ്ക്കുന്ന ഒരു കാര്യമായിട്ട് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഇപ്പം നല്ല പ്രസക്തിയുള്ള ഒരു വിഷയം കൂടിയാണ്. കാരണം സ്വർണത്തിൻ്റെ വില പോയി ഒരു പവന് 1,00,000 മേലെയായി. അപ്പം നമുക്കറിയാം ആ സ്വർണത്തെ എത്രമാത്രം നമ്മൾ ഇന്ന് വിലപിടിപ്പുള്ള ഒരു കാര്യമായിട്ട് കാണുന്നു. ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഇവിടെ സ്കോട്ട്ലൻഡിൽ ഉള്ള ഒരു മലയാളി ഫാമിലി കുറേ സ്വർണം അവരുടെ കൈവശമുണ്ട്. നാട്ടിൽ നിന്നൊക്കെ പോയപ്പോൾ കൊണ്ടുപോയതാണ്. അവിടെ അധികമൊന്നും അവർ ഉപയോഗിക്കാറില്ല. പക്ഷേ അതെല്ലാം ഒരു ബാഗിനകത്താക്കി ഇവർ ഷോപ്പിങ്ങിന് പോയാലും എവിടെ പോയാലും ഇതും കൊണ്ടാണ് പോകുന്നത്. കാരണം വീട്ടിൽ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ കള്ളം മോഷ്ടിച്ചെങ്കിലോ അത് പേടിച്ചിട്ട് ഇതുമായിട്ടാണ് ഇവർ പോകുന്നിടത്തൊക്കെ പോവുക. എന്നിട്ടൊരു ദിവസം മെറ്റൽ ഡിറ്റക്ടർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വന്ന് ഒരു കള്ളൻ ആ ഭവനം ഭേദിച്ച് ഈ സ്വർണം അപഹരിച്ചു. സ്വർണം നഷ്ടപ്പെട്ടത് ഓക്കെ, പക്ഷെ അതിനേക്കാൾ വലിയൊരു പ്രശ്നമുണ്ടായി. ആ സ്ത്രീ ഡിപ്രഷനിലേക്ക് പോയി. ഇതുപോലെ പോകുന്നിടത്തെല്ലാം ഇത് കൈവശം വെച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആ സ്ത്രീ ഇത് നഷ്ടപ്പെടാൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല. അതങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ മാനസിക നില പോലും നഷ്ടമായി. അവർക്ക് ഡിപ്രഷൻ അടിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ സ്വർണ്ണഭ്രമം എവിടെ കൊണ്ട് എത്തിച്ചു? നാശത്തിൽ അവരെ കൊണ്ട് എത്തിച്ചു എന്നുള്ളത് നാം സമ്മതിക്കേണ്ടി വരും. ഇതുതന്നെയാണ് വചനം പറയുക. ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. അതറിയാൻ നമുക്ക് പ്രഭാഷകൻ്റെ പുസ്തകം 31-ാം അധ്യായം എടുത്താൽ മതി. ഇവിടെ സ്വർണ്ണഭ്രമം മാത്രമല്ല, നാശം വിതയ്ക്കുന്ന 4 കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ 4 കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവ നമ്മെ നശിപ്പിക്കാതിരിക്കാനുള്ള ശ്രദ്ധ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. 4 കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രഭാഷകൻ 31-5 മുതൽ വായിക്കുമ്പോഴാണ് ഈ 4 നാശം വിതയ്ക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ വചനഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. ധനത്തിലുള്ള അതിശ്രദ്ധ. നമ്മൾ പണം ഉണ്ടാക്കുന്നതിൽ തെറ്റൊന്നുമില്ല, സമ്പന്നരാകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അതിശ്രദ്ധ അത് നമുക്ക് നാശം വിതയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. സുഭാഷിതങ്ങൾ 23 4-ാമത്തെ വചനം എടുത്താൽ, സമ്പത്ത് നേടാൻ അമിതാധ്വാനം അരുത്. അതിനെ ചെറുത്തു നിൽക്കാനുള്ള ഒരു വിവേകം നീ കാണിക്കണം. കാണിക്കുന്നില്ലെങ്കിൽ അത് നാശത്തിലേക്ക് നയിക്കും. അതാണ് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുക. പ്രഭാഷകൻ 31-ന്റെ 1-ാമത്തെ വചനം കൂടി എടുത്താൽ, ധനത്തിലുള്ള അതിശ്രദ്ധ ആരോഗ്യം നശിപ്പിക്കും. ഇന്ന് കാശുണ്ടാക്കാൻ വേണ്ടി ഊണ് ഉറക്കം ഇല്ലാതെ ജോലി ചെയ്ത് ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ട് ഇന്ന് വളരെ പരിതാപകരമായ അവസ്ഥയിൽ കുറെ പണവുമായിട്ട് ജീവിക്കുന്ന വ്യക്തികളെ കണ്ടെന്നു വരും. അതുകൊണ്ടാണ് ധനത്തിലുള്ള അതിശ്രദ്ധ അത് വേണ്ട. അത് നിൻ്റെ ആരോഗ്യം നശിപ്പിക്കും. ആരോഗ്യം സമ്പത്തിനേക്കാൾ വിലയുള്ളതാണ് എന്ന് പ്രഭാഷകൻ 30-ാം അധ്യായം അതിൻ്റെ 15 16 വചനങ്ങൾ വായിക്കുമ്പോൾ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. 1 തീമോത്തി 6-ാം അധ്യായം 9-ഉം 10-ഉം വചനങ്ങൾ എടുത്താൽ 9-ാമത്തെ വചനം പറയാണ്, ധനമോഹം പലവിധ കെണിയിൽ നിന്നെപ്പെടുത്തും. കെണിയിൽപ്പെടാൻ സാധ്യതയുണ്ട് ധനമോഹികൾ. 10-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോഴോ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ഈ ഒരു ഭ്രമം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ ഒരുപാട് പ്രശ്നത്തിൽ കൊണ്ട് എത്തിക്കും എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. പ്രഭാഷകന്റെ പുസ്തകം 21-ന്റെ 8-ാമത്തെ വചനം, ധനമോഹം പിടിച്ചാൽ നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യം അവിടെ കാണാൻ സാധിക്കും. അന്യൻ്റെ പണം കൊണ്ട് വീട് പണിയാൻ നമ്മൾ നോക്കും. നമ്മളായിട്ടുണ്ടാക്കാത്തത് അന്യരിൽ നിന്ന് അപഹരിച്ചെടുത്തിട്ട് അതുകൊണ്ട് വലിയ വീട് പണിയാനായിട്ട് നമ്മൾ പരിശ്രമിക്കും. അങ്ങനെയുള്ളവർ സ്വന്തം ശവകുടീരത്തിനുള്ള കല്ല് ശേഖരിക്കുന്നവരെ പോലെയാണ്. അതാണ് ഈ വചനഭാഗം പഠിപ്പിക്കുക. പ്രഭാഷകൻ 13-ന്റെ 24, അതുപോലെ പ്രഭാഷകൻ 29-ന്റെ 11 ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പാപവിമുക്തമെങ്കിൽ സമ്പത്ത് നല്ലതാണ്. അത്യുന്നതൻ്റെ കൽപ്പന അനുസരിച്ച് മാത്രമാണ് നീ സമ്പത്ത് ശേഖരിച്ചതെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ അത് നല്ലതല്ല, അപകടം ക്ഷണിച്ചു വരുത്തും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. രണ്ടാമത്തെ കാര്യമാണ് ഉത്കണ്ഠ, ആങ്സൈറ്റി. കാണാൻ സാധിക്കും വിശുദ്ധ പാതിരി പിയോ പറഞ്ഞൊരു കാര്യം, ആകുലത, ഉത്കണ്ഠ ഇത് ഒന്നിനും കൊള്ളാത്ത ഒരു സാധനമാണ്. ഇതൊന്നും ഒരുപാട് വ്യക്തികൾ ചുമന്നുകൊണ്ട് നടക്കുന്നത് കാണാൻ പറ്റും.
ഉത്കണ്ഠ. മത്തായി 6:27 കർത്താവ് ചോദിക്കുന്നുണ്ട്, നിന്റെ ഉത്കണ്ഠ മൂലം നിനക്ക് എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? ആയുസ് കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? എന്തെങ്കിലും നന്മ കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? പിന്നെ എന്തിനിതുപോലെ ആകുലപ്പെടുന്നു എന്ന് കർത്താവ് തന്നെ ചോദിച്ച ഒരു ചോദ്യമാണ്. ഉൽപ്പത്തി 45:20 വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, വസ്തുവകകളെപ്പറ്റി ഉത്കണ്ഠ വേണ്ട. വസ്തുവകകളാണ് നമ്മൾ ദൈവമായിട്ട് കാണുന്നത് എങ്കിൽ നമുക്ക് എപ്പോഴും ഉത്കണ്ഠ നമ്മളെ വിട്ടുമാറാതിരിക്കും. എസ്തർ 10-ാം അധ്യായം എടുക്കുമ്പോൾ ആദ്യ വചനങ്ങൾ വായിച്ചാൽ മതി. മരണതുല്യം ഉത്കണ്ഠ ബാധിച്ചൊരു വ്യക്തിയായിട്ട് എസ്തറിനെ കാണാൻ പറ്റും. അവൾ എന്താ ചെയ്തേ? കർത്താവിങ്കലേക്ക് ഓടി. ഉത്കണ്ഠ മാറാനുള്ള ഏറ്റവും നല്ല മാർഗം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്, ദൈവത്തിങ്കിലേക്ക് ഓടിയെത്തുക എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ലെസ് പ്രയർ മോർ വറി, അല്ലെങ്കിൽ മോർ പ്രയർ ലെസ് വറി. കൂടുതൽ പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്കണ്ഠ ആകുലത കുറഞ്ഞിരിക്കും. 2 മക്കബായർ 14:43 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ഉത്കണ്ഠ, തിടുക്കം. 2 കാര്യങ്ങളാണ്. ഉത്കണ്ഠ, തിടുക്കം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിന്റെ ലക്ഷ്യം തെറ്റിക്കും. സുഭാഷിതങ്ങൾ 12:25 എടുത്താലോ, ഉത്കണ്ഠ നിന്നെ നിരുന്മേഷനാക്കും. പ്രഭാഷകൻ 30:24 കൂടി എടുക്കുകയാണെങ്കിൽ ഉത്കണ്ഠ അകാല വാർദ്ധക്യം വരുത്തും. എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഈ ഉത്കണ്ഠ മൂലം ഉണ്ടാകാവുക. അപ്പം അതുകൊണ്ട് തന്നെ അത് മാറ്റിയെടുക്കാനുള്ള വഴി കണ്ടെത്തി ആ വഴിയെ പോകാനായിട്ട് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. 3-ാമത്തെ കാര്യമാണ് സ്വർണത്തോടുള്ള ഭ്രമം. സ്വർണം ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, അത് വേണമെങ്കിൽ ഒരു നിക്ഷേപമാക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ സ്വർണത്തോടുള്ള ഭ്രമം നാശം വിതയ്ക്കുന്നതാണ്. പ്രഭാഷകൻ 8:2, 31:6 ഇതെല്ലാം സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്വർണം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. ആ നാശത്തിൽ നാം നിബദിക്കരുത്, ഈ സ്വർണത്തെ സ്നേഹിക്കുന്നതിലൂടെ. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, തോബിത്ത് 12:8 വായിച്ചാൽ സ്വർണം കൂട്ടിവെക്കാനുള്ളതല്ല, ദാനം ചെയ്യാനുള്ളതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ ഭ്രമം പിടിച്ചവർക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല, ദാനം ചെയ്യാൻ അവർക്ക് മനസ്സ് വരത്തില്ല. സുഭാഷിതങ്ങൾ 16:16 വായിച്ചാലോ, സ്വർണത്തെക്കാൾ വിലപിടിപ്പുള്ള മറ്റു പലതുമുണ്ട്. ഏറ്റവും വിലപിടിപ്പുള്ളതാണ് ജ്ഞാനം. ജ്ഞാനം, വിവേകം എന്നിവ സ്വർണത്തെക്കാൾ, വെള്ളിയേക്കാൾ വിലപിടിപ്പുള്ളതാണ്. ഈ സ്വർണത്തെ സ്നേഹിക്കുന്നവർക്ക് ജ്ഞാനസമ്പാദനം അതേക്കുറിച്ചൊരു ചിന്ത വരത്തില്ല, അത് സമ്പാദിക്കാനോട്ട് അവർക്ക് പറ്റത്തുമില്ല. 4-ാമത്തെ കാര്യം, അവസാനത്തെ കാര്യമാണ് അമിതാഹാരം. ഇതും ഈ അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. പ്രഭാഷകൻ 31:20 മുതൽ വായിക്കുമ്പോൾ അമിതാഹാരം മൂലം ഉണ്ടാകാവുന്ന കുറേ വിപത്തുകളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. 1, നിദ്രാരാഹിത്യം, ഉറക്കമില്ലായ്മ. 2, ദഹനക്ഷയം, ദഹനക്കേട്. 3-ാമത്തേത് ഉദരവേദന, ഓവറായിട്ട് ഭക്ഷണം കഴിച്ച് ഉദരവേദന അനുഭവിക്കുന്ന അവസ്ഥ. പ്രഭാഷകൻ 37:31 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഇതുമൂലം വരാവുന്ന മറ്റൊരു കാര്യമാണ് രോഗം മാത്രമല്ല, മരണം പോലും സംഭവിക്കാം, അകാല മരണം പോലും സംഭവിക്കാമെന്ന്. നാശം വിതയ്ക്കുന്ന ഈ കാര്യങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ തള്ളിവിടാതിരിക്കാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. അതിനുവേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവരാണ് നമ്മൾ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ നിങ്ങൾക്കറിയാവുന്ന മറ്റു വ്യക്തികളുടെയോ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റി തരുന്നു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടെ ഏറ്റെടുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.